പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. നിലവിൽ ഇറാനിലുള്ളവർ കഴിയുന്നതും വേഗം രാജ്യം വിടുന്നത് പരിഗണിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ അറിയിച്ചു. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടേതാണ് നിർദ്ദേശം. ഇറാനിലുടനീളം അസ്ഥിരതയും അക്രമവും അടുത്ത ദിവസങ്ങളിൽ കുത്തനെ വർദ്ധിച്ചതായി എംബസി അറിയിച്ചു. കൂടാതെ എന്തെങ്കിലും ആവശ്യത്തിന് ഇറാൻ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ സുരക്ഷാ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതുവരെ യാത്ര മാറ്റിവെക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. സുരക്ഷാ സാഹചര്യം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ ഇന്ത്യൻ പൗരന്മാർ പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇറാനിലുള്ളവർ ഇന്ത്യൻ എംബസിയുമായി ബന്ധം നിലനിർത്തുകയും അടിയന്തര സാഹചര്യങ്ങളിൽ എംബസിയുടെ സഹായം തേടുകയും വേണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇറാനിൽ എംബസിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഇന്ത്യക്കാർ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി നിരീക്ഷിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. നിലവിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തിന്റെ പുതിയ മുന്നറിയിപ്പ്. അടുത്തിടെയുണ്ടായ യുഎസ് ആക്രമണങ്ങളിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. അതേസമയം 2 സൈനികരുടെ മരണത്തോടെ സംഘർഷം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 16 ഉയർന്നതായി യുഎസ് സ്ഥിരീകരിച്ചു. ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി യുഎസ് സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് യുഎസ് ഇറാനിയൻ തീരങ്ങളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ട് ഏറ്റവും പുതിയ ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു. അതേസമയം യുഎസ് സൈനികർ കൂടി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാന് നേരെ യുഎസ് വ്യോമാക്രമണം ശക്തമാക്കി. ഇറാന് നേരെ ഞായറാഴ്ച രാത്രി ശക്തമായ ആക്രമണം നടത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ഹോർമുസിലെ കപ്പലുകളെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഞായറാഴ്ച മുതൽ യുഎസ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. തുറമുഖ നഗരമായ ചാബഹാറിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. യുഎസ് ആക്രമണങ്ങളെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഫലപ്രദമായി നേരിട്ടെന്നും ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലുണ്ട്. വടക്കു പടിഞ്ഞാറൻ നഗരമായ തബ്രീസിൽ യുഎസ് വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ പ്രസ് ടിവിയും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ആളപായം ഉണ്ടായതായി വിവരങ്ങളില്ല. അതിനിടെ ഹോർമുസ് കടലിടുക്കിലെ തെക്കൻ പാതയിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച 2 കപ്പലുകൾ തകർത്തതായി ഇറാന്റെ IRGC അവകാശപ്പെട്ടു. എന്നാൽ ഏത് രാജ്യങ്ങളുടെ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടതെന്ന് വ്യക്തമല്ല. മേഖലയിൽ സംഘർഷം രൂക്ഷമായതോടെ ബഹ്റൈനിലെ യുഎസ് എംബസി പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തന്ത്രപ്രധാന ദർക്കോവിൻ ആണവ നിലയത്തിനു നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന യുദ്ധം ഇതോടെ കൂടുതൽ വഷളായി. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ഒരാഴ്ചയായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ പ്രതികാരം. ഇറാനിലെ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും മറ്റു തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് യുഎസ് ആക്രമണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.